ജിൻഡോനെ ജയിപ്പിച്ച് വിട്ടത് കൊണ്ടാണ് ഈ പി ആറിന് ഇത്ര ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നത്. ആണ്, ഡെഫിനറ്റ്ലി ആണ്. ഇപ്പൊ ഈ വർഷം അനുമോള് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഇതേ പി ആർ 40, 30, 50 ലക്ഷം കിട്ടും. ബേസിക്കലി അയാളെ പണി വൃത്തിക്ക് ചെയ്തു എന്നല്ലേ. ഇപ്പോ അനുമോള് പി ആർ 15, 14, 13 ലക്ഷത്തിന് കൊടുത്തു, അനുമോള് ജയിച്ചു. ആരാ സക്സസ്ഫുൾ ആയ? പി ആർ സക്സസ്ഫുൾ ആയി. അപ്പൊ അടുത്ത വർഷം ഇപ്പൊ ഞാൻ പറയാം, ബിഗ് ബോസ് ഷോയിൽ പോകുന്ന എത്ര പേർക്ക് പൈസ ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇനി കമ്മിങ് സീസണിൽ അത് നടക്കുന്ന പരിപാടിയില്ല. ഞങ്ങളെ സീസണിൽ ഡെയിലി പേയ്മെന്റ് ആയിരുന്നു, ഈ സീസണിൽ എൻ്റെ അറിവിൽ വീക്ക്ലി പേയ്മെന്റാണ്. അപ്പൊ അടുത്ത സീസണിൽ എത്തുമ്പോഴത്തേക്ക് ഈ സീസണിൽ കിട്ടിയതിനേക്കാൾ പകുതി പൈസയ്ക്കാവും അടുത്ത സീസണിൽ ആൾക്കാർ പോവുക. അങ്ങനെ സാഹചര്യത്തിൽ നിന്നൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാം? ടോപ്പ് 5 എത്തിയാൽ ഉണ്ടാക്കാം. ടോപ്പ് 5 എത്തിയാലും ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നിൽ റണ്ണറപ്പ് ആവണം, അല്ലെങ്കിൽ ഇത് ജയിക്കണം, ടൈറ്റിൽ അടിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പണപ്പെട്ടിക്ക് എടുത്ത് പോകുന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവിടെ ഡിഫറൻ്റ് ആയി നിൽക്കാൻ പറ്റിയാൽ മാത്രമേ ഉള്ളൂ. 10-20 കണ്ടസ്റ്റന്റ് പോകുന്നതിൽ ഒരു 4-5 ആൾക്കല്ലേ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും, മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് കൂടുതൽ ആളുകൾ പോണത് എന്തിനാ? ഫെയിം ഉണ്ടാക്കി പുറത്ത് വന്ന് കാശുണ്ടാക്കാൻ.